ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരാളെക്കുറിച്ച് ഞങ്ങൾ പരിശോധിച്ചു. ആ ലിസ്റ്റിൽ അദ്ദേഹത്തിന് വീട് നഷ്ടപ്പെട്ടിട്ടില്ല. ഓരോ ഘട്ടത്തിലും നമ്മളെ സഹായിച്ചവരെ നഷ്ടങ്ങൾ എങ്ങനെ എന്ന് പരിശോധിക്കാൻ വിവിധ സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മരണപ്പെട്ടവർക്ക് മരണപ്പെട്ടതിൻ്റെ സൗകര്യം കൊടുത്തിട്ടുണ്ട്. മരണപ്പെട്ടയാളുടെ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുകൂടി എക്സ്ട്രാ സംവിധാനങ്ങളായി വരും. അവർക്ക് ചികിത്സയാണ് ആവശ്യമെങ്കിൽ തുടർ ചികിത്സ ലഭ്യമാക്കും. ജീവനോപാധികളാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ജീവനോപാധികൾ തിരിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും. നമ്മളെല്ലാവരും കൂട്ടായിട്ടാണ് ഈ പരിശ്രമം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഫസ്റ്റ് ഫേസായി തയ്യാറാക്കുന്നതും സെക്കൻഡ് ഫേസായി തയ്യാറാക്കുന്നതുമായിട്ടുള്ള ലിസ്റ്റ് പൂർണ്ണമായിട്ടും ദുരന്തത്തിൽ നേരിട്ടിടപെട്ട് വീട് നഷ്ടപ്പെട്ടവർ, ഇനി അങ്ങോട്ട് പോകാൻ കഴിയാത്തവർ, ഇനി അങ്ങോട്ട് പോകാൻ കഴിയാത്ത പ്രദേശത്തിനോട് ചേർന്നാണ് ഗോസോണാണ്, പക്ഷേ അവർക്ക് ഐസൊലേറ്റഡായി മാറപ്പെട്ട ആളുകൾ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് 2B ലിസ്റ്റ് ഇറക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വിധത്തിൽ ദുരന്തബാധിതരിൽ വീട് നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റ് ഇപ്പോൾ പുറത്തിറക്കുകയാണ്. എൽസ്റ്റോൺ എസ്റ്റേറ്റാണ് പ്രധാനമായിട്ടും ആദ്യഘട്ടത്തിൽ നാം ഏറ്റെടുക്കാൻ പോകുന്നത്. അത് കൽപ്പറ്റ നഗരത്തിൻ്റെ നേരെ നടുവിലാണ്. നെടുമ്പാലയേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൂടുതൽ വീടുകൾ എടുക്കാൻ പറ്റുന്ന സ്ഥലം എൽസ്റ്റോൺ എസ്റ്റേറ്റാണ് എന്ന് കാണുകയുണ്ടായി. എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ 5 സെൻറ്റ് ഭൂമി കൊടുക്കുന്നു എന്നതായിരുന്നു ഒരു പ്രശ്നം. പക്ഷേ ഇപ്പോൾ പരിശോധിച്ചപ്പോൾ കുറെ കൂടി സൗകര്യം വേണം എന്ന് കണ്ടു. ഫിസിക്കൽ സർവേ നടത്തി കൂടുതൽ സ്ഥലങ്ങൾ ആ എസ്റ്റേറ്റിൽ അക്വയർ ചെയ്യാൻ പറ്റിയ സാഹചര്യത്തിൽ 5 സെൻറ്റിൽ നിന്ന് 7 സെൻറ്റായി അത് വർദ്ധിപ്പിക്കാനും 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് തന്നെ 7 സെൻറ്റിൽ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളോടെ നിർമ്മിച്ചു കൊടുക്കാനും വേണ്ടി തീരുമാനിച്ചു. സ്പോൺസറുടെ തുക ഞാനിന്ന് ഏതോ ഒരു മാധ്യമം എഴുതി കാണിക്കുന്നത്, തെറ്റായി ധരിച്ചിട്ടായിരിക്കും എഴുതി കാണിക്കുന്നത് കണ്ടു, വീടിൻ്റെ തുക 20 ലക്ഷമായി വർദ്ധിപ്പിച്ചു. വേറൊരു മാധ്യമം എഴുതി കാണിച്ചു ഏതോ സമരം നടന്നതിനെ തുടർന്ന് 30 ലക്ഷം 20 ലക്ഷമായി ചുരുക്കി. ഇതൊന്നുമല്ല യാഥാർത്ഥ്യം. സാധാരണ നിലയിൽ അവിടെ ഒരു വീട് പണിയാൻ ഏജൻസിയോട് നേരത്തെ അതിൻ്റെ പൂർണ്ണമായ കോസ്റ്റ്, അതായത് 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് 2 നിലയ്ക്ക് തുല്യമായിട്ടുള്ള തറ ഇതുൾപ്പെടെ ഡെവലപ്പ് ചെയ്ത് അവിടെ പണിയണമെങ്കിൽ 30 ലക്ഷവും GSTയും വേണം എന്ന് കരാർ ഏജൻസികൾ നമ്മളെ അറിയിച്ചു. സ്വാഭാവികമായിട്ടും ഒരു വീടിൻ്റെ കണക്കാണ് അവർ കൂട്ടിയത്. ആ ഒരു വീടിൻ്റെ കണക്ക് കൂടുതൽ വീടുകളാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ തുക കുറയും. അതനുസരിച്ച് ആ തുക കുറയും എന്നവരറിയിച്ചു. ആ തുക കുറയുന്നതോടൊപ്പം അവിടെ നിന്ന് കിട്ടാവുന്ന കരിങ്കല്ല് നമുക്ക് ശേഖരിക്കാം, ചില സ്പോൺസർമാർ മെറ്റീരിയലുകൾ നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടി നമുക്ക് ശേഖരിക്കുമ്പോൾ കുറച്ചുകൂടി തുക കുറയും. ഇന്നലെ തുക നിശ്ചയിക്കുന്നതിൽ ഗവൺമെൻറ് ഒരു എമൗണ്ട് നിശ്ചയിക്കുകയാണ് ചെയ്തത്. അതായത് 20 ലക്ഷം രൂപ ഒരു സ്പോൺസർ അടച്ചാൽ മതിയാകും. അതിൻ്റെ അർത്ഥം 30 ലക്ഷം രൂപയുടെ വീട് 20 ലക്ഷമാക്കി ചുരുക്കലല്ല. ആ വീട് അതുപോലെ തന്നെ പണിയും. പക്ഷേ സ്പോൺസർ 20 അടച്ചാൽ മതി. ബാക്കി പണം സ്പോൺസർഷിപ്പുകളിലൂടെയും മെറ്റീരിയൽ സ്പോൺസർഷിപ്പുകളിലൂടെയും അതിന് പുറത്തുള്ള പണം സർക്കാരിൻ്റെ CMDRFൽ നിന്നും എടുത്തു കൊടുക്കും എന്നാണ് നിശ്ചയിച്ചത്. അല്ലാതെ 30 ലക്ഷം രൂപയുടെ വീട് ഏതെങ്കിലും സൗകര്യം കുറച്ച് 20 ലക്ഷം ആക്കിയതല്ല. 30 ലക്ഷം രൂപ സ്പോൺസർമാർ തരുമ്പോൾ പലരും പ്രയാസം പ്രകടിപ്പിച്ചു. അവരെല്ലാം നാട്ടിലെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് സമാഹരിച്ച സംഖ്യയാണ്. അത് ഇത്ര കടുപ്പത്തിൽ വേണോ, ഇത്ര തുക വരുമോ എന്നൊക്കെ നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി എത്ര വീട് എന്ന് നിശ്ചയിച്ച് തുക നിശ്ചയിക്കാനുള്ള പ്രയാസം കൂടി കണക്കിലെടുത്തുകൊണ്ട് 20 ലക്ഷം രൂപ ഒരു യൂണിറ്റിൻ്റെ തുകയായി നിശ്ചയിക്കുകയും അതിനേക്കാൾ അധികരിച്ചു വന്നാൽ സർക്കാർ ആ തുക എടുക്കും. അതിൽ സ്പോൺസർ ലഭ്യമാകുമെങ്കിൽ ഉൽപ്പന്നങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് ആ തുക കുറയ്ക്കും എന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു ചർച്ചയുണ്ടായത് അവിടെ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന വീട് 12 വർഷത്തേക്ക് വിൽക്കാൻ പാടില്ല എന്ന ക്രൂരമായ സമീപനം എടുക്കുന്നു. നോക്കൂ യഥാർത്ഥത്തിൽ എന്താണ് യാഥാർത്ഥ്യം. കേരളത്തിലെ ഭൂപതിവ് നിയമത്തിൻ്റെ ലോക്കിംഗ് പീരീഡ് എത്രയാണ്? ആ ലോക്കിംഗ് പീരീഡ് മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. ഭൂപതിവ് നിയമം അനുസരിച്ച് ഭൂരഹിതനായ ഒരാൾക്ക് വീട് കൊടുത്താൽ ചട്ടത്തിൻ്റെ 8 പ്രകാരം 12 വർഷത്തേക്ക് കൈമാറ്റം ചെയ്യാൻ പാടില്ല. നേരത്തെ അത് 24 വർഷമായിരുന്നു. കഴിഞ്ഞ തവണ ചട്ടഭേദഗതി കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടത്തിയപ്പോൾ 12 വർഷമായി ചുരുക്കി. അല്ലാതെ വീട് വിൽക്കുന്നതിനെ കുറിച്ചല്ല. ഭൂമിയും വീടും കൂടി കൊടുക്കുമ്പോൾ ഭൂമി കൊടുക്കുന്നതിൻ്റെ ഒരു ലോക്കിംഗ് പീരീഡ് നിയമത്തിൻ്റെ ഭാഗമാണ്, ചട്ടത്തിൻ്റെ ഭാഗമാണ്. അക്കാര്യം പ്രത്യേകമായി പ്രസ്താവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വീട് കിട്ടുന്ന ഉടനെ തന്നെ വിറ്റ് വേറെ വഴിക്ക് പോയാൽ പിന്നെ അതിൻ്റെ പ്രയാസം കൊണ്ടായിരിക്കും, അതത്ര ഗുണകരമായിരിക്കില്ല. എന്നാൽ മോർട്ട്ഗേജ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രൊവിഷനും ഈ കാര്യത്തിൽ കൊടുത്തിട്ടുണ്ട്.